ഗുഡ് മോർണിംഗ് ഗൈസ്. ഡേ 1 അറ്റ് ഫ്രാൻസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് ചുറ്റാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ കാഴ്ചകൾ കാണാം. ഞങ്ങൾ എണീറ്റ് വന്നപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. ഞങ്ങൾ പുറത്തോട്ടേക്ക് കറങ്ങാൻ പോവാണ്. ആൻറ്റി ഇപ്പോൾ താഴേക്ക് പോയി കണ്ടിട്ട് ഞങ്ങൾ റെഡി ആവാൻ പറഞ്ഞിട്ട് ആൻറ്റി താഴെ പോയേക്കുവാണ്. ഈ ദിവസം ലേറ്റായിട്ട് വന്ന് കിടന്നതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസം എണീറ്റിട്ട് ഭയങ്കര റഷായിട്ടോ നല്ലൊരു 12 മണിക്കായപ്പോഴേക്കും എണീറ്റ് റെഡിയായി നമ്മൾ സിറ്റി കറങ്ങാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലില്ലെ എന്ന് പറഞ്ഞ സിറ്റി കാണാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്ത പ്ലേസിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് ബസ്സിൽ പോകാനുള്ള ദൂരമാണ് ലില്ലെ എന്ന് പറഞ്ഞ സിറ്റിയിലേക്കുള്ളത്. ഈ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഓൾഡ് ഏജ് ഹോം. ഇവിടെ വെതർ ഇപ്പം -1, 0 ഒക്കെ ആയിരുന്നെങ്കിലും നമ്മൾ പോയ ദിവസം ഏകദേശം ഒരു സമ്മറിൻ്റെ ഒക്കെ ഒരു വൈബായിരുന്നു. അത് നമ്മൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പറ്റി. നിങ്ങൾക്ക് അറിയുന്ന പോലെ സമ്മറിൽ കാണാൻ തന്നെയാണ് ഭംഗിയുള്ളത്. വിൻ്ററിൽ കാണാൻ വേറെ ഭംഗിയാണ്, സ്നോയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. എന്നാലും സമ്മറിലാണ് യൂറോപ്പ് കുറച്ചും കൂടെ ഭംഗി കാണാനായിട്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ ചെന്ന് നേരെ പോയി അവിടുത്തെ റെയിൽവേ സ്റ്റേഷനും അതേപോലെ തന്നെ ചെറിയൊരു ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറി കണ്ടു. നമ്മളന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി, പക്ഷെ അത് പിന്നീട് ഒരു ദിവസം ആക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് പള്ളിയിലേക്ക് കൂടെ പോകേണ്ടതുണ്ടായിരുന്നു. കമ്മിങ് വ്ളോഗ്സിലൊന്നും നിങ്ങൾ വലിയ കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ട. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആൻറ്റിയെ വിസിറ്റ് ചെയ്യാൻ വന്ന കാരണം എനിക്ക് തോന്നുന്നു ഞാനത് ഷോർട്സിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. നമ്മൾ ആൻറ്റിയെ വിസിറ്റ് ചെയ്യാൻ വന്ന കാരണം നിയറസ്റ്റ് പ്ലേസിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് വലിയ ടൂറിസ്റ്റ് പ്ലേസിലേക്കൊന്നല്ല പോകുന്നത്. അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ ഈ വ്ളോഗിൽ കൂടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഈ പള്ളിയിൽ അന്ന് എന്തോ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. അത് കടലാസ് കൊണ്ട് സ്വന്തമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഓരോ സംഭവങ്ങളാണ്. അതേപോലെ തന്നെ അവിടെ പേപ്പറും വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ആഗ്രഹമുള്ള വിശ്വസ്തകളെല്ലാം പേപ്പറിൽ എഴുതിയിട്ട് അവിടെ കണ്ടോ, അവളവിടെ ചെയ്യുന്നത് കണ്ടില്ലേ, അവിടെ നമുക്ക് കൊണ്ട് ഇങ്ങനെ തൂക്കിയിടാം. അതൊക്കെ നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. പള്ളിയെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് അടുത്തുള്ള ക്രിസ്മസ് മാർക്കറ്റിലോട്ടാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സംഭവത്തിലേക്ക് കയറണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. ഞങ്ങളത് പിന്നെ ഒരു ദിവസം പോയാണ് കയറിയത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾഡ് ഏജ് ഹോമിൽ നിൽക്കുന്നത് കൊണ്ട് നേരത്തെ തന്നെ അവിടേക്ക് എത്തണം. ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.